നമുക്ക് സെക്ഷൻ 43(6) റിട്ടൺ ഡൗൺ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ കറണ്ട് ഇയറിൽ ഒരു അസറ്റ് പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് അസറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ അത് പ്രീവിയസ് ഇയറിലാണ് പുട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നേരത്തെ പറഞ്ഞ് പ്രീവിയസ് ഇയറിൽ പുട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കുന്നു. WDV എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്രിസിയേഷൻസ് മൈനസ് ചെയ്തിട്ട് ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ WDV എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 32(2)ൽ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്താന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ചില കേസുകളിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഡിപ്രിസിയേഷൻ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് PGBP പ്രോഫിറ്റിൽ എത്ര രൂപയുണ്ടോ അതുവരെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഈ ഡിപ്രിസിയേഷൻ കുറച്ചത് കൊണ്ട് PGBP പ്രോഫിറ്റ് നെഗറ്റീവ് പോകാൻ പാടില്ല. ഇല്ലാതെ പോകാം, ഇല്ലാതെ നമുക്ക് ലോസ് വരാം, PGBP പ്രോഫിറ്റ് ലോസ് പോകാം. പക്ഷേ ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതുകൊണ്ട് ലോസിൽ പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ PGBP പ്രോഫിറ്റ് 100 രൂപയാണെങ്കിൽ 120 രൂപ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ പറ്റില്ല. മാക്സിമം 100 രൂപ വരെ കുറയ്ക്കാൻ പറ്റും. ബാക്കി 20 രൂപ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 32(2) അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, where the assessment of the assessee full effect cannot be given to any depreciation allowance under subsection 1 in any previous year, owing to there being no profits or gains chargeable for the previous year, or owing to the profits or gains chargeable being less than the allowance, then subject to the provisions of subsection so and so, okay, then deemed to be allowance for that previous year, and so on for the succeeding previous years. അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ്സിന്റെ കേസിൽ WDV കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കേസിൽ പറഞ്ഞു നമുക്ക് മാക്സിമം PGBP പ്രോഫിറ്റ് എത്രയാണോ അതുവരെ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അതിൽ താഴെ കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ കേസിൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം നമുക്ക് ബ്ലോക്ക് ഓഫ് അസറ്റിനകത്ത് കുറച്ച് അസറ്റ്സ് ഉണ്ട്. ആ അസറ്റിന്റെ WDV ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഡിപ്രിസിയേഷൻ ആക്ച്വലി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് ബ്ലോക്ക് എത്ര പെർസെന്റ് ഡിപ്രിസിയേഷൻ എത്രയാണ് അലൗഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ പുതിയ ഏതെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് WDV കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് അതിന് പുതിയ അസറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഡിപ്രിസിയേഷൻ കിട്ടി. അതിൽ നിന്നും ഏതെങ്കിലും സാധനം, ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ ഏതെങ്കിലും ഒന്നോ അതിൽക്കുള്ള അസറ്റോ നമ്മൾ വിൽക്കുകയോ ഡിമോളിഷ് ഡിസ്ട്രോയ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന എമൗണ്ട് അത് റെഡ്യൂസ് ചെയ്യണം. പക്ഷേ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത WDV-യെക്കാട്ടിലും കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ സ്ലം സെയിൽ എന്ന് പറഞ്ഞാൽ സ്ലം സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 4 യൂണിറ്റുകളുണ്ട് ഒരു ഫാക്ടറിയിൽ. അതിൽ ഒരു യൂണിറ്റ് നമ്മൾ ഒരു ലംസ് എമൗണ്ട് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ഓക്കെ ഇതിന്റെ വില 1 crore. നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഓരോ സെറ്റിൽ തുടർന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന്റെ ഒരു ലംസ് എമൗണ്ട് ഇട്ട് നമ്മൾ വിൽക്കുകയാണ്. അത് അങ്ങനെയുള്ള കേസിൽ സ്ലം സെയിലിന്റെ കേസിൽ എന്താണ്, അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് കിട്ടുവാണെങ്കിൽ അത് അതിൽ നിന്ന് ഡെപ്രിസിയേഷൻ അതിൽ മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞാൽ അങ്ങനെ റെഡ്യൂസ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ WDV-ക്കാൾ കൂടാൻ പാടില്ല. WDV at the end of the year in which depreciation is allowable എന്ന് പറയുന്നത് 4 - 5 - 6 ആയിരിക്കും. 4 എന്ന് പറഞ്ഞത് എന്താണ്, ഈ 1 - 2 എന്ന് പറഞ്ഞത് എന്താണ്, ഇതിന്റെ WDV പ്രീവിയസ് WDV-ൽ നിന്നും എന്താണ് നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ച് കിട്ടിയ എമൗണ്ട് ആണ്. ആ എമൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, നമ്മൾ ആക്ച്വൽ കോസ്റ്റ് പുതിയ ഏതെങ്കിലും അസറ്റ് വന്നെങ്കിൽ ബ്ലോക്കിൽ വന്നെങ്കിൽ അതിന്റെ ആഡ് ചെയ്ത് നമ്മൾ 4 എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു സാധനം സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബ്ലോക്കിലെ എമൗണ്ട് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് അതിൽ നിന്നും സ്ലം സെയിലും കൂടെ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ആ വാല്യൂ ആണ്. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂല് അതിനെ എന്താ റേറ്റ് ഡിപ്രിസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 50 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ വെൻ നോ ഡിപ്രിസിയേഷൻ ഇസ് അവൈലബിൾ. ഇപ്പോൾ ഡിപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് വേണം. ഒന്ന്, ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിനകത്ത് അസറ്റ് ഏതെങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ WDV അവൈലബിൾ ആയിരിക്കണം. ഇപ്പം നമ്മൾ ആ ബ്ലോക്കിൽ എല്ലാ സാധനവും വിൽക്കുവാണെങ്കിൽ ബ്ലോക്കിൽ അസറ്റ് ഇല്ല, അതുകൊണ്ട് അതിന് ഡിപ്രിസിയേഷൻ ചാർജബിൾ അല്ല. അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലോട്ട് പോകും. അത് സെക്ഷൻ 50 ക്യാപിറ്റൽ ഗെയിനിലോട്ട് മാറും. അതല്ല WDV ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ അതിലെ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഓൾറെഡി അവൈലബിൾ WDV കൂടുതൽ വരികയാണ്.
എന്ന് പറഞ്ഞാൽ WDV നമുക്ക് മാക്സിമം കിട്ടേണ്ടത്. അതിൽ കൂടുതൽ പൈസ വരുവാണെങ്കിൽ അതൊരു ഒരു പ്രോഫിറ്റ് ആയിട്ട് വന്നു, അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. അപ്പം ഈ രണ്ട് കേസിൽ രണ്ടും ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ സെക്ഷൻ 32 ആപ്ലിക്കബിൾ ഉള്ളൂ. ഇല്ലെങ്കിൽ ആപ്ലിക്കബിൾ ഇല്ലെങ്കിൽ അത് സെക്ഷൻ 50 മാറും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? രണ്ട് കണ്ടീഷൻ: ബ്ലോക്കിനകത്ത് അസറ്റ്സ് അവൈലബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കേസ് WDV അവൈലബിൾ ആയിരിക്കണം. അതായത് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് WDV-ക്കാട്ടിലും കുറവായിരിക്കണം. കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവിലേക്ക് പോകും, അപ്പോൾ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. If any of the above conditions are not fulfilled, section 50 is applicable short term capital gain. First case നമുക്ക് നോക്കാം. Case A, when some or all the assets of the block are transferred and sale price is greater than WDV. സെയിൽ ചെയ്യുന്ന പ്രൈസ് WDV ഒക്കെ കൂടുതലാണ് ഒരു കേസ്. പിന്നെ എല്ലാമോ ഇല്ലെങ്കിൽ കുറച്ചോ എമൗണ്ട്. അപ്പം എന്ത് ചെയ്താലും സെയിൽ പ്രൈസ് കൂടുതലായി കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് WDV നില്ലായി. ഓക്കെ, അപ്പം WDV ഒക്കെ കൂടുതൽ സെയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ WDV ഈസ് നിൽ. അപ്പം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബൈ ഡിഫോൾട്ട് ആപ്ലിക്കബിൾ ആകും. കേസ് ബി, when all the assets ബ്ലോക്കർ ട്രാൻസ്ഫർ, എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റി? ബ്ലോക്കർ അസറ്റ് ഇല്ല, അസറ്റ് 0 ആയി. അപ്പം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 50 ആപ്ലിക്കബിൾ ആവും. പ്രൈസ് ലെസ് ദാൻ WDV ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ WDV ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്? WDV കൂടുതലാണ് എന്ന് പറഞ്ഞാൽ WDV ബാലൻസ് അവൈലബിൾ ആണ് എങ്കിൽ പോലും ബ്ലോക്കർ അസറ്റ്സ് ഇല്ലെങ്കിൽ സെക്ഷൻ 50 ആപ്ലിക്കബിൾ ആവും. when only some of the assets blocks are sold. ഈ മൊത്തം അസറ്റും സെല് ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്യാതെ എന്തെങ്കിലും അസറ്റ് ബാക്കി ഉണ്ടെങ്കിലും WDV കുറച്ച് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ സെയിൽ പ്രൈസ് WDV-ക്കാട്ടിലും കുറവാണെങ്കിലും മാത്രമേ സെക്ഷൻ 32 ആപ്ലിക്കബിൾ ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് ഒന്ന് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. ഇപ്പോൾ കേസ് A, when all assets are sold at a price greater than WDV. അപ്പോൾ ഈ ഒരു കേസിൽ നാച്ചുറൽ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ അറിയാം എന്ന് പറഞ്ഞാൽ മോർ ദൻ WDV എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ WDV 0 ആയി കഴിഞ്ഞു, നില്ലായി കഴിഞ്ഞു. അപ്പം സെക്ഷൻ 50 ആപ്ലിക്കബിൾ ആവും. ഓക്കെ, ഇത് നോക്കാം. ഓപ്പൺ WDV 1427 നമ്പർ ഓഫ് അസറ്റ്സ് ഉണ്ടായിരുന്നു, 10 lakhs ആണ്. അതിൻ്റെ കൂടെ രണ്ട് അസറ്റും കൂടെ ആഡ് ചെയ്തു, പുതുതായിട്ട് വാങ്ങിച്ചു. 180 days മോറാണ്, ഒക്ടോബർ 4 മുകളിലാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താണ്? 4 lakhs കൂടെ ആഡ് ചെയ്ത് 14 lakhs ആയി. ടോട്ടൽ 9 അസറ്റ്സിൻ്റെ അസറ്റ്സ് എല്ലാ 9 അസറ്റ്സും സെല് ചെയ്ത് 18 lakhs. അപ്പോൾ എന്താണ്? 8 lakhs അസറ്റ് ചെയ്യുമ്പോൾ എന്താണ്? സെൽ പ്രൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ WDV നില്ലായി അല്ലേ? 4 lakhs WDV നില്ലായി. അപ്പം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആയി. ഇനി കേസ് ബി, സം ഓഫ് ദ അസറ്റ്സ് ആർ സോൾഡ്, പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ WDV. ഓക്കെ, അപ്പോൾ WDV ഒക്കെ കൂടുതൽ പ്രൈസ് വന്നു. അപ്പോൾ തന്നെ അത് ഈവൻ ദോ ഈ കേസിൽ അസറ്റ്സ് ഉണ്ട്, കാര്യം മൊത്തം 9 അസറ്റിൽ 5 എണ്ണേ വിൽക്കുന്നുള്ള 4 എണ്ണം ഉണ്ട്. പക്ഷെ എന്ത് പറ്റി? ഈ കേസിൽ പറ്റിയിരിക്കുന്നത് WDV നില്ലായി. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ സെക്ഷൻ 50 ആപ്ലിക്കബിൾ ആയി. ഇനി തേർഡ് കേസിൽ എന്താണ്? സെയിൽ പ്രൈസ് ലെസ് ദാൻ WDV. ഓക്കെ, അപ്പോൾ സെയിൽ പ്രൈസ് ലെസ് ദാൻ WDV ഉണ്ട്, ഓൾ അസറ്റ്സ് ബ്ലോക്ക് ഇട്ടാൽ. പക്ഷേ ഓൾ അസറ്റ് ട്രാൻസ്ഫർ ആയപ്പം അസറ്റ്സ് 0 ആയി. അപ്പം അവിടെ സെക്ഷൻ 50 വീണ്ടും ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അപ്പം ഓൾ അസറ്റ്സ് ആർ സോൾഡ് 10 lakhs ആയി. 2 lakhs 2 more അസറ്റ്സ് കൂടെ വാങ്ങിച്ചപ്പോൾ 14 lakhs ആയി. അതിൽ നിന്ന് എല്ലാ അസറ്റും വിറ്റപ്പം ലെസ് ദാൻ WDV 12 lakhs വിറ്റത്. അപ്പം 2 lakhs അവിടെ WDV ഉണ്ട്. പക്ഷെ എന്ത് പറ്റി? ഓൾ അസറ്റ്സ് ആർ സോൾഡ്. അപ്പോൾ അവിടെ സെക്ഷൻ 50 ആപ്ലിക്കബിൾ ആയി. ബോത്ത് കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, സെക്ഷൻ 50 will be applicable. കേസ് ഡി, അടുത്തത് only some of the assets are transferred. അപ്പോൾ 10 lakhs ആയിരുന്നു. അപ്പം 2 more assets purchased for 4 lakhs. ടോട്ടൽ 14 lakhs ആയി. ഇപ്പോൾ 9 അസറ്റ്സ് ഉണ്ട്. അസറ്റ്സിൽ എന്താണ്? 5 അസറ്റ് 10 lakhs വിറ്റു കഴിഞ്ഞപ്പോൾ എന്തായി? ബാക്കി 4 അസറ്റ്സ് ഉണ്ട്. 10 lakhs വിറ്റപ്പോൾ 40 minus 4 lakhs WDV ഉണ്ട്. 4 അസറ്റും 4 WDV ഉള്ളപ്പോൾ ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, therefore section 32 is applicable. അപ്പോൾ ഈ കേസിൽ പറയുന്നത് സെയിൽ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ WDV ആണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. സെയിൽ പ്രൈസ് ലെസ് ദാൻ WDV ആണെങ്കിൽ അസറ്റ് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സം അസറ്റ്സ് ആർ സോൾഡ്, WDV available, some assets are available in the block and WDV is available, then deductions under section 32 is applicable. Okay, now section 32(2) unabsorbed depreciation, carry forward and set off depreciation. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം മൈനസ് എക്സ്പെൻസസ്, അതാണ് നമ്മുടെ എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 3 lakhs ആണ് ഡിപ്രിസിയേഷൻ എന്നിരിക്കട്ടെ. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,50,000 ഉള്ളൂ എന്ന് വെച്ചാൽ എന്താണ്? 50,000 ഇതിനകത്ത് നമുക്ക് തികയത്തില്ല. 50,000 ഇതിനകത്ത് ലെസ് ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം 2,50,000 ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 50,000 അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് കിടക്കും. ഓക്കെ,
Okay, but PGBP income cannot be negative because of depreciation. Depreciation can be deducted only to the extent of profit before depreciation. Okay, അപ്പോൾ സെക്ഷൻ 32 എന്ന് പറയുന്നത് ക്യാരി ഫോർവേഡ് ഓഫ് അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ ആണ്. ഇഫ് എനി previous year the profits or gain chargeable are insufficient to give full effect to the depreciation allowance, the unabsorbed depreciation shall be added to the depreciation allowance of subsequent previous year and deemed to be part of that allowance and will be added. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കൊല്ലം നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വരുവാണെങ്കിൽ അത് നെക്സ്റ്റ് ഇയർ സബ്സിക്വന്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ്റെ കൂടെ ആഡ് അപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. If no depreciation allowance is available for the previous year, the unabsorbed depreciation of year previous year shall become the depreciation allowance of the previous year and thus carried forward till fully set off. അപ്പം നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഡിപ്രിസിയേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നത് ആയിരിക്കും ആ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ. അത് നമുക്ക് ഫുള്ളി സെറ്റ് ഓഫ് ചെയ്യുന്നവരെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ഇത് എങ്ങനെ എന്ത് പിന്നെ പ്രയോറിറ്റിയിലാണ് ഓർഡറിലാണ് ഇത് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പലതരം ലോസുകളുണ്ട്. ഇത് ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് പിന്നെ ഈ ഡിപ്രിസിയേഷൻ മാത്രമല്ല, ബിസിനസ് ലോസസും ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിസിനസ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങൾ വരാം. ഒന്ന് നമുക്ക് വരാവുന്നത് എന്താണ് റിസർച്ച് എക്സ്പെൻഡിച്ചർ, അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ക്യാരി ഫോർവേഡ് ചെയ്യാം. ബിസിനസ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. സ്പെസിഫൈഡ് ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതെല്ലാം അപ്പോൾ ഇതിനൊരു പ്രയോറിറ്റി വേണം. ഏത് ആദ്യം എടുക്കും എന്നുള്ള ഒരു പ്രയോറിറ്റി നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ഏത് ഓർഡറിൽ ഏത് പ്രയോറിറ്റിയിലാണ് ചെയ്യേണ്ടത്. ഇൻ ദ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ലോസസ് അണ്ടർ ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം, എഫക്ട് ഷാൽ ഫസ്റ്റ് ബി ഗിവൺ ടു ബിസിനസ് ലോസസ് ആൻഡ് ദെൻ ടു അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. അപ്പം ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഫാമിലി പ്ലാനിങ്ങും സ്പെസിഫൈഡ് ലോസസും റിസർച്ച് ഇൻവെസ്റ്റ്മെന്റൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ പിന്നെ പറയും. അപ്പോൾ അത് ഇല്ല, അത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം. അത് പിന്നെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് അപ്പം ബിസിനസ് ലോസസും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ബിസിനസ് ലോസ് എടുക്കാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞുള്ള പ്രയോറിറ്റിയെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഉള്ളൂ. അപ്പോൾ കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ അപ്പം അതിന്റെ പ്രയോറിറ്റി ഇതാണ്. അപ്പം നമ്മൾ ഡിപ്രിസിയേഷൻ വരുമ്പോൾ ഫസ്റ്റ് ആ കറണ്ട് ഇയറിൽ ഡിപ്രിസിയേഷൻ ഉണ്ട്, അതാദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം. അതൊരു കോഡ് ഓർഡർ ഒക്കെ ഉണ്ട്, അതിനെ ബേസ് ചെയ്താണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് ഒരു കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ ഫസ്റ്റ് എടുക്കുക. പിന്നെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ്, അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് പ്രയോറിറ്റി കറണ്ട് ഡിപ്രിസിയേഷൻ ആണ്, ഈ വർഷത്തെ ഡിപ്രിസിയേഷൻ ആണ്. അപ്പം പിന്നെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ്, അത് കഴിഞ്ഞ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വരികയുള്ളൂ. Where depreciation is not fully deductible under the head PGBP for the current year, due to absence of inadequate profit, the excess depreciation can be set off from any other heads of income in the same assessment year except from the head of salary. Salary head നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ബിസിനസ് PGBP-യിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും നമ്മൾ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ നോക്കും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അത് മറ്റേതെങ്കിലും ഹെഡിലെ മറ്റേതെങ്കിലും ഹെഡിൽ പൈസ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻകം പിന്നെ എന്താ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇൻകം വരുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അത് വേണമെങ്കിൽ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. Where depreciation is not fully deductible under the head PGBP for the current year due to absence of adequate profit in PGBP, excess depreciation can set off from any other heads of income in the same assessment year except from head of salary. സാറിന് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡിപ്രിസിയേഷൻ is still unabsorbed, നമ്മൾ ഇവിടെ പറയുന്നത് ഡിപ്രിസിയേഷൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഡിപ്രിസിയേഷൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. Okay, if depreciation is still unabsorbed, it can be carried forward to subsequent assessment year without any time limit for indefinite number of previous years. In the subsequent year, the unabsorbed depreciation can be set off against any income, whether chargeable under the head PGBP or chargeable under any other head of income except the head salary winning from lotteries, crossword, purses. അപ്പം സ്പെക്കുലേറ്റീവ് ഇൻകം നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റും. സ്പെക്കുലേറ്റീവ് ഇൻകം തന്നെ അതിൻ്റെ സ്പെക്കുലേറ്റീവ് ഇൻകം മറ്റ് സ്പെക്കുലേറ്റീവ് ഇൻകത്തിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പം മറ്റുള്ള ഹെഡിൽ പറ്റില്ല. അപ്പം നമുക്ക് ഇൻട്രാ ഹെഡ് അതേ ഹെഡിൽ ചെയ്യാൻ പറ്റും. സെറ്റപ്പ് വിൽ ബി അലൗഡ് ഈവൻ വെൻ ദ സെയിം ബിസിനസ് ടു വിച്ച് ഇറ്റ് റിലേറ്റ് ഈസ് നോ ലോങ്ങർ ഇൻ എക്സിസ്റ്റൻസ്. ഇതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം ബിസിനസ്സിലൊക്കെ നിന്ന് പോയി കാണും, എന്നാൽ തന്നെയും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള പിന്നത്തെ വർഷങ്ങൾ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ആ ബിസിനസ് അവൈലബിൾ ആയിരിക്കില്ല. കറന്റ് ഡിപ്രിസിയേഷൻ മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫസ്റ്റ് ബിഫോർ ഡിഡക്റ്റിംഗ് ദ അൺഅബ്സോർബ്ഡ് ക്യാരിഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് ടു ദ ഇയേഴ്സ് ഇൻ ഗിവിംഗ് സെറ്റ്. ആദ്യം കറണ്ട് ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റത് കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ കമ്പ്യൂട്ട് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് എനി പർട്ടിക്കുലർ ഇയർ. ഓക്കെ, അതിനൊരു സുപ്രീം കോടതിൻ്റെ ഒരു വിധിയുണ്ട്, അതിന് ബേസ് ചെയ്താണ് ഈ പറഞ്ഞത്.
For set of purpose, the following order shall be followed. Current depreciation first. Brought forward business losses. Okay. അപ്പം നോർമൽ കേസസിൽ ഇത് 8 കൊല്ലം ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ. സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ 4 കൊല്ലവും സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ അതിന് ലിമിറ്റ് ഒന്നുമില്ല, എത്ര നാൾ വേണമെങ്കിലും. അപ്പോൾ 3 തരത്തിലുള്ള ബിസിനസ് ലോസസ് ഉണ്ട്. പറയുന്നത് നോർമൽ ബിസിനസ്സസ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സസ് ആൻഡ് സ്പെസിഫൈഡ് ബിസിനസ്. ഓക്കെ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ 2 lakhs ആണ്, ഡിപ്രിസിയേഷൻ 1,70,000 ആണ്. ദർ ഇസ് നോ ഇഷ്യൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ PBD ഒക്കെ കുറവാണ് ഡിപ്രിസിയേഷൻ, അതുകൊണ്ട് 30,000 ഇൻകം ആയിട്ട് വരും. പക്ഷേ 2,20,000 ആണെങ്കിലോ 2 lakhs കുറയ്ക്കാൻ പറ്റും, 20,000 അൺഅബ്സോർബ്ഡ് ആയിട്ട് കിടക്കും. ഇനി 2 lakh ലോസിലിരിക്കും ആണെങ്കിലോ 2 lakh ലോസിലാണെങ്കിൽ ഡിപ്രിസിയേഷൻ 1,80,000 ആണ്, ഈ ഹോൾ 1,80,000 അൺഅബ്സോർബ്ഡ് ആയിട്ട് വരും. ഓക്കെ. PBD 0 ആണെങ്കിലും ഹോൾ 1,80,000 അൺഅബ്സോർബ്ഡ് ആയിട്ട് വരും. Depreciation of business can be deducted from other business income also. Can be deducted from any head of income other than salary. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് 2 ബിസിനസ് കണക്കാക്കാം. ബിസിനസ് എയും ബിസിനസ് ബിയും. ബിസിനസ് എയിൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ 1 lakhും ബിയിൽ 4 lakhs വന്നിരിക്കട്ടെ. ഇത് ഡിപ്രിസിയേഷൻ 1,20,000 ആണെങ്കിൽ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് 1 lakh ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു 1 lakh കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ കാര്യം പിന്നെ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 1 lakh കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് പിന്നെ PGP ഇൻകം നില്ലാണ്. പിന്നെ ഉള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് അതുപോലെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഹെഡിൽ നമുക്ക് അടുത്ത ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൽ 4 lakhs PBD ഉണ്ട്. അതിൻ്റെ ആദ്യം ആ ബിസിനസിന്റെ കറന്റ് ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. അത് 1,60,000. അത് കുറച്ച് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ഉണ്ട്. അതിൽ നിന്നും വേറൊരു ബിസിനസ് എയുടെ ഡിപ്രിസിയേഷൻ കുറയ്ക്കാം. അത് 20,000 കുറച്ച് കഴിയുമ്പോൾ 2,20,000 കിട്ടും. അതിൻ്റെ കൂടെ ആ ബിസിനസ് ബിയുടെ ഇൻകം ഫ്രം അതർ സോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,70,000 കിട്ടും. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ എയും ബിയും ഉണ്ട്. 2 lakhs 3 lakhs ആണ്. ഡിപ്രിസിയേഷൻ ഈ ഒരു കേസ് എയുടെ കേസ് 2,90,000 ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം 2 lakhs കുറയ്ക്കാൻ പറ്റും നേരത്തെ പറഞ്ഞു. അപ്പം 2 lakhs നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 90,000 അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് കിടക്കും. ഓക്കെ. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് കിടക്കുന്നത് സെക്കൻഡ് കേസിൽ 3 lakhsൽ ബിയുടെ കേസിൽ 3 lakhs 2,40,000 ഉള്ളതുകൊണ്ട് അതിൽ അതിന് ഡിപ്രിസിയേഷൻ 2,40,000 കുറച്ച് കഴിയുമ്പോൾ 60,000 ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ 60,000 ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് 90,000 60,000 നമുക്ക് കുറയ്ക്കാം. 60,000 ഇവിടെ കുറയ്ക്കാം. പിന്നെ 10 lakhs പിന്നെ ഇവിടെ ഒരു IFOs അല്ല എയുടെ കേസിൽ അതർ ഹെഡ്സ് ഉണ്ട്, 10,000 കിടപ്പുണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 20,000 മാത്രമേ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് കിടക്കുകയുള്ളൂ. ഓർഡർ സെറ്റ് ഓഫ് നമ്മൾ പറയുന്നത് അപ്പം എന്താണ് PGBP പ്രോഫിറ്റ് ഫ്രോ അതർ ബിസിനസ്. അപ്പം നമ്മുടെ ഒരു ബിസിനസ്സിനകത്ത് നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വരുവാണെങ്കിൽ PGBP പ്രോഫിറ്റ് ഓഫ് അതർ ബിസിനസ്, അപ്പം മറ്റ് ബിസിനസ്സിൽ അതേ ഹെഡിൽ നമുക്ക് കുറയ്ക്കാം. ഇനി ഇൻകം അതർ ദാൻ സാലറി ഓഫ് ദ സെയിം ബിസിനസ്. എന്നിട്ട് എന്ത് വേണം, ഇതേ ബിസിനസ്സിൽ ബിസിനസ്സിലെ മറ്റ് ഹെഡുകൾ കുറയ്ക്കാം. ആദ്യം സെയിം ഹെഡ് ഇൻട്രാ ഹെഡ്, മറ്റ് ബിസിനസ്സിലെ സെയിം ഹെഡിൽ PGBP ഇൻകം കുറയ്ക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് സെയിം ബിസിനസ്സിലെ മറ്റ് ഹെഡുകൾ കുറയ്ക്കുക. ഓക്കെ. പിന്നെയും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നെക്സ്റ്റ് ഹെഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് PGBP പ്രോഫിറ്റ് ഈ പറഞ്ഞ നെക്സ്റ്റ് മറ്റ് ബിസിനസ്സുകളെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് സെയിം ബിസിനസിന്റെ PGBP കുറയ്ക്കാൻ നോക്കി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ PGBP പ്രോഫിറ്റ് അതർ ബിസിനസ്സിൽ നിന്ന് കുറയ്ക്കുക. അത് നമ്മൾ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നോർമൽ കേസിൽ 8 കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. If the whole amount of current depreciation allowance is not deductible due to insufficiency of income under various set, the remaining amount is unabsorbed depreciation. Set off and carry forward depreciation, unabsorbed depreciation. Order of set off. എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് ചെയ്യുന്നത്? In case of the full amount of allowable depreciation is not possible to be deducted from business profit due to insufficiency of that previous year, the balance shall be first set off against the profits of any other business or profession carried out by him for the same head. അതേ ഹെഡിലുള്ള മറ്റ് ബിസിനസ്സിൽ നിന്ന് കുറയ്ക്കാൻ നോക്കണം ആദ്യം. ഓക്കെ. അത് ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം. സെറ്റിംഗ് ഓഫ് against the same head of other business. If there is any balance, പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ it shall be set off against the income under any other head of that AY assessment year except salary. സാലറിയുടെ അല്ലാതെ മറ്റ് ഹെഡുകളിൽ നിന്ന് കുറയ്ക്കാൻ നോക്കുക. സ്റ്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ carry forward to next subsequent year. Okay. If there is no other business loss brought forward, the unabsorbed depreciation shall be added to depreciation allowance of the following previous. അപ്പം നെക്സ്റ്റ് പ്രീവിയസ് ഇയർ പോകുമ്പോൾ അവിടെ ഉള്ള ഡിപ്രിസിയേഷനോട് ആഡ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഡിപ്രിസിയേഷൻ അവിടെ ഡിപ്രിസിയേഷനായിട്ട് മാറും. ഓക്കെ. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ബിസിനസ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ഓഫ് ദ കറന്റ് ഇയർ അതിനകത്ത് ലെസ് കറന്റ് ഡിപ്രിസിയേഷൻ അതിൽ കുറയ്ക്കണം. അത് കഴിഞ്ഞ് ബാലൻസ് വരുന്നതിനകത്ത് പിന്നെ നമ്മൾ കുറയ്ക്കേണ്ടത് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ആണ്. പിന്നെ ബ്രോഡ് ഫോർവേഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ ബാലൻസ് വരും. സ്റ്റിൽ ബാലൻസ് ഇസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ്സ് എക്സെപ്റ്റ് സാലറി എല്ലാം മറ്റേ ഹെഡിൽ നിന്ന് കുറയ്ക്കാം. ഇനി നോട്ട്സ്, ഒന്ന് രണ്ട് നോട്ട്സ് ഇതിനകത്ത് നോക്കുക. ഈ നോട്ട്സ് പറയുന്നത്
in cases set, the following order should be followed. First, adjustment must be made toward the current scientific research expenditure. Okay. ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ, കറണ്ട് ഡിപ്രിസിയേഷൻ. അപ്പോൾ അതിൻ്റെ ആ ഓർഡർ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചർ, ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ, കറണ്ട് ഡിപ്രിസിയേഷൻ. ഇതിനാണ് പ്രയോറിറ്റി ഫസ്റ്റ് ലെവൽ വരുന്നത്. ഓക്കെ, ഫോർ ദ കറണ്ട് ഇയർ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്ലി ദ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ്. പിന്നാണ് ബിസിനസ് ലോസസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആദ്യം എന്താണ്? ആദ്യം നമുക്ക് സയന്റിഫിക് റിസർച്ച്, ഫാമിലി പ്ലാനിങ്, പിന്നെ കറണ്ട് ഡിപ്രിസിയേഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെവലിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ബിസിനസ് എന്താണ് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് ആണ്. Lastly, unabsorbed depreciation, unabsorbed capital expenditure on scientific research and family planning has to be adjusted. No time limit for carrying forward unabsorbed depreciation. Continuity of business is not relevant set off for carry forward. എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് ഇപ്പം നിലവിൽ വേണമെന്ന് നിർബന്ധമില്ല. നേരത്തെ ഉള്ള ബിസിനസ് സ്റ്റോപ്പ് ആയപ്പോയാലും നമുക്ക് ഡിപ്രിസിയേഷനകത്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. Unabsorbed depreciation can be carried forward by the same assessee. Unabsorbed depreciation ഇപ്പോഴും സെയിം assessee എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ assessee ബേസ്ഡ് ആണ്. അപ്പം ഒരു assessee ഡിപ്രിസിയേഷൻ വരുന്നത്, അല്ല ബിസിനസ്സിനല്ല. The provision is not applicable in the case of business reorganization like amalgamation, merger and demerger, etc. Depreciation of a business is assessee specific and business loss, PGB loss, is business specific. Okay. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ബികാസ് സബ്മിറ്റ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. 2 കൊല്ലം പ്രീവിയസ് ഇയേഴ്സ് 23-24, 24-25. അപ്പം ഇൻകം ഫ്രം സാലറി ഉണ്ട്. ഒരു വികാസിന്റെ സാലറി 23-24 1 lakhും 24-25 2 lakhs വരുന്നു. ബിസിനസ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 16,000 18,000ഉം ഡിപ്രിസിയേഷൻ 1,40,000 1,31,000. ഇൻകം ഫ്രം അതർ സോഴ്സസ് 15,000 2,80,000. ഡിറ്റർമിൻ ദ ടാക്സബിൾ ഇൻകം ഓഫ് വികാസ് ഫോർ ദ അസസ്മെന്റ് 2025-26. ഇതാണ് കേസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് നമ്മൾ അസസ്മെന്റ് 2025 അല്ലെങ്കിൽ പ്രീവിയസ് 2024 കണക്കാക്കാം. PGBP ബിസിനസ് പ്രോഫിറ്റ് 16,000 ആണ്. ഫസ്റ്റ് കേസിൽ 16,000 ആണ്. ഡിപ്രിസിയേഷൻ 1,40,000. മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 1,40,000 16,000 കുറയും 1,24,000 കിട്ടും. സാലറി കണക്കാക്കാൻ പറ്റാതെ, സാലറി എക്സെപ്റ്റ് സാലറിയാണ്, സാലറി കണക്കാക്കാൻ പറ്റില്ല. അപ്പം ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട് 15,000 ഉണ്ട്. ഈ 15,000 ഉണ്ട്, അത് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് 1,24,000 നിന്ന് 15,000 കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1,09,000 വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ആസ് അൺഅബ്സോർബ്ഡ് ആഫ്റ്റർ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തേക്ക് ഓൾറെഡി 1,09,000 ഉണ്ട്. ആ ഇയർ ഡിപ്രിസിയേഷൻ 1,31,000, രണ്ടും കൂടി ചേർന്ന് 2,40,000 വരും. അതിൽ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് ആ വർഷത്തെ ആ ബിസിനസ് പ്രോഫിറ്റ് 18,000 ആണ്. അപ്പം ഈ പറഞ്ഞ 2,40,000 18,000 മാത്രമേ കുറയ്ക്കാൻ പറ്റും. മാക്സിമം നമുക്ക് ഡിപ്രിസിയേഷൻ നോട്ട് ഡിഡക്റ്റബിൾ ആയിരുന്ന ബിസിനസ് പ്രോഫിറ്റ് 2,22,000 ആണ്. അപ്പം ഇൻകം സാലറി 2 lakhs ആണെങ്കിൽ നമുക്ക് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് 2,80,000 കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഡിപ്രിസിയേഷൻ നോട്ട് ഡിഡക്റ്റബിൾ ബിസിനസ് പ്രോഫിറ്റ് 2,20,000 ഉള്ളതുകൊണ്ട് ഈ മറ്റ് ഇൻകമായ 2,80,000 2,20,000 കുറച്ച് 58,000 കിട്ടും. അപ്പം ടോട്ടൽ ഇൻകം സാലറിയും ഈ ബാലൻസ് വന്ന ഇൻകം കൂടെ ചേർന്ന് 2,58,000 നെറ്റ് ഇൻകം ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 38 നോക്കാം. Depreciation of assets used partly for business. Assets can be partly used for business and partly for non-taxable income generation like agriculture for personal use. നമുക്ക് ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അത് പാർട്ട്ലി ബിസിനസ്സിനും പാർട്ട്ലി പേഴ്സണൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കാറുണ്ട്. ആ കാർ ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി 60% യൂസ് ചെയ്യുന്നു, 40% പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ യൂസ് അനുസരിച്ച് അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ പറയുന്ന ഡിപ്രിസിയേഷനെ നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇവിടെ 2 എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ ഒരു അസറ്റ് 60% ബിസിനസ്സിനും 40% പേഴ്സണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ WDV അതിൻ്റെ P&Mൻ്റെ ഡിപ്രിഷിയേഷൻ പെർസെൻറ്റ് 50% ആയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ WDV 4 lakhs ആണ്. അപ്പം ഡിപ്രിസിയേഷൻ 15% ഡിപ്രിസിയേഷൻ 4 lakhs എടുത്തിട്ട് അതിൻ്റെ 60% ബിസിനസ് യൂസ് ആയതുകൊണ്ട് 60% മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 36,000 കിട്ടും. അതിനകത്ത് നിന്ന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഉള്ള ഡിപ്രിസിയേഷൻ കണക്കാക്കി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് WDV 3,64,000 കിട്ടും. അപ്പം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ 2,50,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഈ ഡിപ്രിസിയേഷൻ മൊത്തം ഈ 60% പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് ഈ പറയുന്ന പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PGBP കിട്ടും. സെക്കൻഡ് കേസിൽ പാർട്ട്ലി ഫോർ ബിസിനസ് പാർട്ട്ലി ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ആണ് കിട്ടുക. അപ്പോൾ ആ കേസ് 60% ബിസിനസ് 40% അഗ്രികൾച്ചർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഡിപ്രിസിയേഷൻ WDV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് WDV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്രിസിയേഷൻ 100% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 4 lakhs ആണ് ഓപ്പൺ WDV എങ്കിൽ 15% വെച്ച് 4 lakhs മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫസ്റ്റ് കേസ് എടുത്ത് 60% അല്ല ഫുൾ 100% എടുത്ത് 60,000 WDV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യും. പക്ഷേ ഡിപ്രിസിയേഷൻ
പ്രോഫിറ്റിൽ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആ പറഞ്ഞ 60% മാത്രമേ കുറയ്ക്കത്തുള്ളൂ. 60% മാത്രം 60,000 50% എടുത്ത് അത് മാത്രം ഡിപ്രിസിയേഷൻ കുറച്ചിട്ടാണ് PGP ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കേസ് അഗ്രികൾച്ചറിന്റെ കേസിൽ മാത്രമേ ഇത് ബാധകമുള്ളൂ, വേറൊരു കേസിൽ ഇത് ബാധകമല്ല. ആ സെക്ഷൻ ബാക്കിയുള്ള കേസിൽ സെക്ഷൻ ഈ പറഞ്ഞ 38 ആണ്, ഈ പറഞ്ഞ പേഴ്സണൽ യൂസ് ആണ്, സെക്ഷൻ 38 ആപ്ലിക്കബിൾ ആണ്. ഈ പറഞ്ഞ പോലെ 60% മാത്രമേ ഇവിടെ എടുക്കാണ്ട് കേസിൽ എടുക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്യാം. അസസി പർച്ചേസ്ഡ് കാർ ഓൺ 1724 for 4 lakhs, okay, at the rate of 15%, submitted with the following statement for consideration. Income under PGBP is 2 lakhs, depreciation 45,000 as per books. Income under head PG, he for 45,000 for 1,55,000. He further submitted that he used only 60% for business use, 40% for personal use. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് 60% എടുത്താൽ മതി. ഓക്കെ, അപ്പം 45,000 60% എടുത്തു കഴിയുമ്പോൾ ആ 36,000 വരും. അത് മാത്രം മൈനസ് ചെയ്താൽ 2 lakhs വരും. അപ്പോൾ 1,64,000 കിട്ടും. അപ്പം WDV of asset for next year would be 4 lakhs minus 36,000 is 3,64,000. Next question, following information available in respect of assessee carrying on business of growing and manufacturing tea in India. Okay, അപ്പോൾ അത് ആ ഒരു കേസിൽ എന്താ പറയുക 60% ഫോർ അഗ്രികൾച്ചർ പർപ്പസ് യൂസ് ചെയ്യുകയാണ്. ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ WDV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ 45,000 നമ്മൾ ഇതിൽ നിന്ന് കുറയുന്നു. ഇതിനകത്ത് ഓപ്പൺ WDV 2 lakhs പർച്ചേസസ് വന്നിട്ടുണ്ട്. അതിന് രണ്ടും ആഡ് ചെയ്ത് WDV 3 lakhs കിട്ടി. അതിൽ നിന്നും ഡിപ്രിസിയേഷൻ 15% 45,000 മൊത്തമായിട്ട് നമ്മൾ മൈനസ് ചെയ്യുകയാണ്. ഓക്കെ, 45,000 മൈനസ് ചെയ്തു ഡിപ്രിസിയേഷൻ. ഓക്കെ, എന്നിട്ട് അത് മൊത്തം മൈനസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ എമൗണ്ടിൽ നിന്നും അത് ഡിപ്രിസിയേഷൻ അലോബിൾ, അതിന് ഡിപ്രിസിയേഷൻ അലോബിൾ ആയിട്ടുള്ള എത്രയാണ്? ഉള്ളി 40% അലോബിൾ ഉള്ളൂ. കാര്യം 60% അഗ്രികൾച്ചർ യൂസ് ആണ്, അതുകൊണ്ട് 40% മാത്രമേ അലോബിൾ ഉള്ളൂ. അതുകൊണ്ട് ആ 40% ഡിപ്രിസിയേഷൻ മാത്രമേ ഇതിനകത്ത് കുറയ്ക്കേണ്ട കാര്യമുള്ളൂ. 60% അഗ്രികൾച്ചർ ബിസിനസ് യൂസ് ഇസ് എക്സംപ്റ്റഡ്, ഹെൻസ് നോട്ട് അലൗഡ്. ഹെൻസ് അല്ലേ, ഹെൻസ് only 40% is allowed. The provision is applicable only to business activities versus agricultural activities. In case an asset is used for business and personal use, section 38 will prevail. Okay.